വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വാസികളാകുന്നത്, അവിശ്വസിക്കുന്നവർ അവിശ്വാസികളാകുന്നതും ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. ഉദ്ഘാടന പ്രസംഗത്തിലൂടെ വിശ്വാസത്തിന്റെ കാതലായ ഭാഗം നാം ശ്രവിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം നാം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സന്താനം ലഭിച്ചാൽ ആദ്യമായി ആ സന്താനത്തിന് പഠിപ്പിക്കേണ്ട വിഷയം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്, അലാ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളെയും മുമ്പ് ആദ്യമായി കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ആശയം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. ഹബീബായ തങ്ങളെ പേരാണ് ആദ്യമായി പഠിപ്പിക്കേണ്ടത്. ഭാഷകളും ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസ ആചാരങ്ങളും എല്ലാറ്റിൻ്റെയും മുമ്പായി ആദ്യമായി നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിപ്പിക്കേണ്ട ആശയം ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരാ. അവിടുന്ന് ജനിച്ചതായ നാടായ മക്കയാണ് പഠിപ്പിക്കേണ്ടത്. അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണ് പഠിപ്പിക്കേണ്ടത്. അവിടുത്തെ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ് പഠിപ്പിക്കേണ്ടത്. അവിടുത്തെ ഉപ്പയായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഇതൊക്കെയാണ് ആദ്യമായി പഠിപ്പിക്കേണ്ടത്. കാരണം ആ ഹബീബായ തങ്ങളിലൂടെയാണ് നിസ്കാരം മനസ്സിലാകുന്നത്, സകാത്ത് മനസ്സിലാകുന്നത്, റമളാനിലെ നോമ്പ് മനസ്സിലാകുന്നത്, ഹജ്ജ് ഉംറ മനസ്സിലാകുന്നത്, അല്ലാഹുവിനെ മനസ്സിലാകുന്നത്, മലായികത്തിന്റെ വിശ്വാസം കിട്ടുന്നത്, അംബിയാ മുർസലുകളെ കൊണ്ടുള്ള വിശ്വാസം കിട്ടുന്നത്, ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള വിശ്വാസം ലഭിക്കുന്നത്, അതുപോലെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതും കിട്ടുന്നതും എല്ലാം റസൂലുള്ളാഹിയിലൂടെയാണ്. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും ഈമാനിന്റെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയിലൂടെയാണ്.
എന്നു മാത്രമല്ല, മൂത്രമൊഴിച്ചാലെങ്ങനെ ശൗചം ചെയ്യണം, കാട്ടിച്ചാലെങ്ങനെ മനോഹരം ചെയ്യണം, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉണർത്തുകയാണ്. നേതാവിൻ്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വളരെ ഉഷാറായി സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ഇല്ലേ നമുക്ക് ഒരുപാട് നേട്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയല്ല. അപ്പൊ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹിന്റെ ജന്മവും ഗർഭം ചുമക്കലും ജീവിതവും എല്ലാം അസാധാരണത്വമാണ്. ഇവിടെയുള്ള സ്ത്രീകളെല്ലാവരും ഗർഭം ധരിക്കുന്നവരാണ്, ഗർഭം ധരിച്ചവരാണ്. ഗർഭമില്ലാത്ത കുടുംബത്തിന് സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നാൽ ഇവിടെയുള്ള ഉമ്മമാരോട് ചോദിച്ചാൽ അറിയാം, ഗർഭമുള്ള സമയത്ത് വലിയ ഭാരമുണ്ടാകുന്നു, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടാകുന്നു, പല പ്രയാസങ്ങളും ഉണ്ടാകാം. എന്നാൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഗർഭം ചുമന്നപ്പോൾ ഫമാ വജത്തു ലഹു സിഖലം വലാ അലമാ, എനിക്ക് യാതൊരു ഭാരവും ഉണ്ടായില്ല, ഒരു വേദന ഉണ്ടായില്ല, ഒരു പ്രയാസമുണ്ടായില്ല. എനിക്കുണ്ടായത് എന്റെ മെൻസസ് നിലച്ചു എന്നല്ലാതെ ഒരു ഭാരമോ ഒരു പ്രയാസമോ ഒരു ഛർദിയോ ഇനി ഒന്നും എനിക്കുണ്ടായില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാം, സാധാരണ സ്ത്രീകൾക്ക് ഭാരവും പ്രയാസവും, ചില സ്ത്രീകൾക്ക് ഛർദിയും, ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിയാതെ പ്രയാസങ്ങളൊക്കെയാണെങ്കിൽ, അതാ ലോകത്തിന്റെ നേതാവിനെ ഗർഭം ചുമന്നപ്പോൾ ഉമ്മക്ക് അങ്ങനത്തെ ഒരു വല്ലായ്മ ഇല്ല, ഒരു പ്രയാസവുമില്ല. മെൻസസ് മുറിഞ്ഞു എന്നല്ലാതെ ഒന്നുമുണ്ടായില്ല. ഓ സഹോദരിമാരെ, നിങ്ങളെ ഗർഭം ചുമന്നതുപോലെയല്ല ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് അനുഭവപ്പെട്ടത്. എന്നു മാത്രമല്ല, 280 ദിവസമാണല്ലോ സാധാരണയിൽ ഒരു പെണ്ണ് മക്കളെ ഗർഭം ചുമക്കൽ. 280 ദിവസം, 9 മാസവും ചില്ലറ ദിവസവും കൂട്ടുമ്പോ 250 ദിവസം ഉണ്ടാവും. സാധാരണയിൽ ഒരു കുട്ടിയെ പ്രസവിക്കാൻ 6 മാസവും 2 സെക്കൻഡും മതി. ഒരു പൂർണ്ണ കുട്ടിയെ പ്രസവിക്കാൻ 6 മാസം, 2 സെക്കൻഡ്, 1 സെക്കൻഡ് സംയോഗത്തിനും 1 സെക്കൻഡ് പ്രസവത്തിനും. അങ്ങനെ 6 മാസവും 2 സെക്കൻഡും മതി എന്നതാണ് പൂർണ്ണമായ നിലയിൽ ഒരു കുട്ടിയെ പ്രസവിക്കാനുള്ളത്. അപ്പൊ നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം ആ പെണ്ണ് 6 മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ചാലോ ആ കുട്ടി ഈ ഭർത്താവിൻ്റെതല്ല എന്ന് വിധി പറയുന്നതാണ്. നേരെ മറിച്ച് നിക്കാഹ് ചെയ്ത ടൈം മുതൽ 6 മാസവും 2 സെക്കൻഡും കഴിഞ്ഞതിന് ശേഷമാണ് ആ പെണ്ണ് പ്രസവിക്കുന്നത് എങ്കിൽ അത് ഈ പുരുഷന്റേതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ സാധാരണയിൽ നമ്മുടെ സ്ത്രീകളതാ 280 ദിവസമാണ്. അതുകൊണ്ടാണ് ചില ത്വരീഖത്തിന്റെ മശായിഖുമാർ ദിക്റുകൾ കൊടുക്കുമ്പോൾ അവര് പറയുന്നു, ഓരോ ദിവസവും 2800 ദിക്റ് ചൊല്ലണം, 2800 ദിക്റ് ചൊല്ലണം. അങ്ങനെ 100 ദിവസം ചൊല്ലുമ്പോഴോ
2,50,000 ദിക്ർ വരുന്നു. അതിന് ശേഷമാണ് ത്വരീഖത്തിന്റെ ദിക്റുകൾ കൊടുക്കുക. കാരണം നമ്മുടെ ഉമ്മന്റെ വയറ്റിലുള്ളത് 250 ദിവസമാണ് സാധാരണയിൽ. ഇനി ചിലപ്പോൾ സഹോദരിമാരെ സിസേറിയൻ നടത്തുന്നില്ലെങ്കിലോ അത് 4 കൊല്ലം വരെ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാകാം. ഇന്നതിന് നിൽക്കുന്നില്ല. പെട്ടെന്ന് സിസേറിയനിലൂടെ കുട്ടിയെ എടുക്കുകയാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് 6-9 മാസവും അതുപോലെ ചില്ലറ ദിവസവും ആണ് സാധാരണയിൽ ഒരു കുട്ടിയെ പ്രസവിക്കാൻ എടുക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹിനെ ഗർഭം ചുമന്നപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഓരോ മാസത്തിലും അതാ പ്രഗൽഭരായ അമ്പിയാക്കൾ അതാ ആമിന ബീവി റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ വന്ന് അതാ കുട്ടിയുടെ സവിശേഷതകൾ ഉമ്മയോട് സ്വപ്നത്തിലൂടെ അറിയിക്കുകയാണ്. ഓ ഉമ്മമാരെ, ഈ വയറ്റിലുള്ള കുട്ടി സാധാരണ കുട്ടിയല്ല. കാരണം നമ്മൾ കുറെ പ്രസവിച്ചില്ലേ, നമ്മളെ സഹോദരിമാര് കുറെ പ്രസവിച്ചില്ലേ. ഏതെങ്കിലും ഉമ്മ ഈ 9 മാസവും ചില്ലറ ദിവസവും കഴിയുമ്പോ ഏതെങ്കിലും ഒരു നബി വന്ന് ആ ഉമ്മന്റെ അടുക്കൽ സ്വപ്നത്തിലൂടെയായി വന്ന് വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ സവിശേഷത പറഞ്ഞിട്ടുണ്ടോ? ഉമ്മമാരെ, ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹിനെ ഗർഭം ചുമന്ന സമയത്തതാ സാധാരണ സ്ത്രീകൾക്കില്ലാത്ത ഈ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ പ്രഗൽഭരായ അമ്പിയാക്കള് വന്നുകൊണ്ട് വയറ്റിൽ കിടക്കുന്നതായ മക്കളുടെ മകന്റെ സുവിശേഷത പറയുന്നു. അപ്പൊ ഗർഭം ചുമക്കല് തന്നെ ഒരു അസാധാരണ രൂപം. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഗർഭം ചുമന്നപ്പോ ഉമ്മ ചോദിച്ചു, ഗർഭത്തിനോട് ചോദിക്കുകയാണ്, ഇത് മകനാണോ മകളാണോ? 4 ഖുതുബുകളിൽപ്പെട്ട വലിയ മഹാനാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. ആ മഹാന ഉമ്മ ഗർഭം ചുമന്നപ്പോൾ ഉമ്മ വയറ്റിൽക്കുള്ള കുട്ടിയോട് ചോദിക്കുകയാണ്, ഇത് മകനാണോ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ വയറ്റിൽ വെച്ച് കുട്ടി പറയാണ്, മകനാ അഹ്മദുൽ കബീർ എന്നോവർ. മകനാണ്, ആൺകുട്ടിയാണ്, എന്റെ പേര് അഹ്മദുൽ കബീറാണ് എന്ന് വയറ്റിൽ നിന്ന് ഉമ്മയോട് സന്ദേശം അറിയിച്ച ആളാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഇത് മഹാന്മാരെ ഔലിയാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഞാൻ പറയുന്നത്, സാധാരണ ഒരു ഉമ്മ ഒരു കുട്ടിയെ ഗർഭം ചുമന്നാൽ പ്രഗൽഭരായ അമ്പിയാക്കൾ മനാമിലൂടെ വന്നുകൊണ്ട് കുട്ടിയുടെ സവിശേഷത അറിയിക്കാറില്ല. എന്നാ ലോകത്തിന്റെ നേതാവിന് ഉമ്മ ഗർഭം ചുമന്നപ്പോൾ ഓരോ മാസത്തിലും അതാ, ഞാൻ വിശദീകരിച്ചു പറയുകയല്ല, പ്രഗൽഭരായ നബിമാര് വന്നുകൊണ്ട് വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ സവിശേഷത പറയുന്നു. കുഞ്ഞുങ്ങൾ ഗർഭം ചുമക്കുന്നത് തന്നെ ഒരസാധാരണ.
ഇനി ആ കുട്ടി ജനിച്ചിട്ട് എത്ര കൊല്ലായി? ഹബീബായ റസൂലുള്ള ജനിച്ചത് കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്തല്ല, വേറെ ഏതെങ്കിലും രാജ്യത്തല്ല, അങ്ങകലെ സൗദിയിലെ മക്കയിലാണ് ജനിക്കുന്നത്. ആ നേതാവ് ജനിച്ചിട്ട് ഈ റബീഉൽ അവ്വലാകുമ്പോ 1499 ജന്മദിനമാണ്. 1500 വർഷം തികയാൻ ഒരു കൊല്ലമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം 1450 ജന്മദിനമാണ്. ഓ സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആചരിക്കാൻ പാടില്ല. ഈ കാര്യം മറന്നുപോകല്ല ഉമ്മമാരെ. അത് മുസ്ലിം മതത്തിന്റെ, ഇസ്ലാം മതത്തിലുള്ള ആചാരമല്ല, അത് വേറെ മതക്കാരുടെ ആചാരമാണ്. കുട്ടി എന്നത് അനുഗ്രഹം തന്നെ. പക്ഷേ ആ അനുഗ്രഹം ഉണ്ടായതിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തൽ എന്ന നിലയിലാണ് അഖീഖത്ത് അറുത്തു കൊടുക്കുന്നത്. അതിന് നന്ദി രേഖപ്പെടുത്തലാണ്. പക്ഷേ ഓരോ വർഷവും നമ്മുടെ കുട്ടി ജനിച്ചതായ ദിവസം വരുമ്പോൾ കേക്ക് മുറിക്കാനോ മധുരം കൊടുക്കാനോ ബർത്ത്ഡേ ആചരിക്കാനോ ഇസ്ലാമിൽ വകുപ്പില്ല. ഈ കാര്യം എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ. ബർത്ത്ഡേ ആചരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹ് തങ്ങളുടെ ജന്മദിനം മാത്രമാണ് ആഘോഷിക്കേണ്ടത്. സാധാരണക്കാരായ മക്കളെ ജന്മദിനം ആഘോഷിക്കല്ല, അത് തെറ്റാണ് സഹോദരിമാരെ. കേക്ക് മുറിക്കൽ തെറ്റാണ്, ഇസ്ലാം പൊരുത്തപ്പെടുന്നില്ല. ഈ കാര്യം എന്റെ ശബ്ദം കേൾക്കുന്നതായ എല്ലാ സഹോദര സഹോദരിമാരെയും വിനയത്തിൽ ഉണർത്തുന്നു. ബർത്ത്ഡേ ആചരിക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ ആചരിക്കണം. കാരണം വലിയ ഒരു നിഅമത്ത്, നിഅമത്തും മിൻ നിഅമില്ലാഹ്, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ വെച്ച് വലിയ ഒരു അനുഗ്രഹമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആഗമനം. അത് ഖുർആൻ പറയുന്നു, അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകനെ അയക്കൽ മുഖേന അല്ലാഹു മുഅ്മിനീങ്ങളുടെ മേലിൽ വലിയ ഗുണം ചെയ്തു. അപ്പോൾ വലിയ ഗുണാണ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കണം. ആ റസൂലുള്ളാഹിന്റെ ജന്മമാസം വരുമ്പോ എല്ലാരെ വീട്ടിലും മൗലിദ് വേണം. എല്ലാ സഹോദരിമാരും മൗലിദ് ഓതണം. പള്ളിയിലോ മദ്രസയിലോ സ്ഥാപനങ്ങളിലോ മാത്രം പോരാ, എല്ലാ മുഅ്മിനിന്റെ വീട്ടിൽ വെച്ചും റസൂലുള്ളാഹിന്റെ അവിടെ മുസാഹറത്ത് കെട്ടുബന്ധല്ല. എന്നാൽ നേരെ മറിച്ച് ബാപ്പയും ഉമ്മയും നല്ല ഇവർക്ക് യോജിച്ച ഒരു ഫാമിലിയെ തെരഞ്ഞെടുത്ത് ആ ഇസ്ലാമിക നിക്കാഹ് കഴിച്ചു കൊടുക്കുമ്പോഴോ മുസാഹറത്ത് എന്ന കല്യാണ ബന്ധം, കെട്ടുബന്ധം എന്ന ഒരു ബന്ധം ഉണ്ടാകുന്നു. ഇത് ചേരെ മറിച്ച് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോയാലോ അതാ തൽക്കാലം ഉണ്ടാവുള്ളൂ. നമ്മളൊരു സുഹൃത്ത് പറയാ, അജ്മീറിൽ സിയാറത്തിന് പോയപ്പോ ഒരു പെണ്ണൊരു കുട്ടിനെ പിടിച്ചിട്ട് പറയണ്ടേ, എളാപ്പാങ്ങൾ എന്നെ കൊണ്ടുപോകാൻ ഉപ്പനോടൊന്ന് പറയണം. എവിടുന്നാ? അജ്മീർന്നാ. ചെറിയ പെണ്ണ്, അവളെ കയ്യിലൊരു കുട്ടിയുണ്ട്. അപ്പൊ ഇയാള് നോക്കിയപ്പോ ഇയാളെ ജ്യേഷ്ഠന്റെ മകളാ. എന്താ പറയുന്നത്? എന്നെ ഒന്ന് കൊണ്ടുപോകാൻ, വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകാൻ ഉപ്പനോട് പറയണം, കരഞ്ഞു പറയാം. അപ്പൊ ഈ ആ കുട്ടിന്റെ വിഷമം കണ്ടപ്പോ ഇയാള് വിളിച്ചപ്പോ എന്താ പറഞ്ഞ്, എല്ലാരും ബക്കറ്റില് ചെലവുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് ഉള്ളവരൊക്കെ ഒന്ന് സഹായിക്കും.
അങ്ങനെ ഇയാൾ അജ്മീർ എന്ന് വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? പറഞ്ഞെന്താ, എന്റെ വളപ്പ് കവള ചവിട്ടാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ നോക്കി നിങ്ങൾ, താൽക്കാലിക ഒരു ബന്ധത്തിന്റെ പേരിൽ ഇറങ്ങിയതാ. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തെരുവിലാക്കി, ജീവിക്കാൻ മാർഗമില്ലാതെ കരം നീട്ടുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, വളരെ പാടുപെട്ട് പോറ്റി വളർത്തിയ ഉമ്മന്റെ കണ്ണുനീര് വാർക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കല്ല. അതുപോലെ സഹോദരന്മാരെ, ഉമ്മന്റെ കണ്ണുനീര് വാർക്കുന്ന സ്വഭാവം ഉണ്ടാക്കല്ല. ഉമ്മനെയും ബാപ്പനെയും വെറുപ്പിക്കൽ ചെറുദോഷമല്ല, അത് വൻദോഷമാണ്. ഈ കാര്യം ആരും മറന്നുപോകല്ല. മാതാപിതാക്കളെ വെറുപ്പിക്കൽ അത് വൻദോഷമാണ്. അത് നിസ്കരിച്ചത് കൊണ്ട് പൊറുക്കണമെന്നില്ല, സുഹൃതങ്ങളെ കൊണ്ട് പൊറുക്കണമെന്നില്ല. വൻദോഷം പൊറുക്കണമെങ്കിൽ മൂന്നാലൊരു വിഷയമുണ്ടാകണ്ടേ. ഒന്നിരിക്കല്ല തൗബത്തു സ്വഹീഹ, ശരിയായ തൗബ വേണം. അല്ലെങ്കിലോ അൽ ഹജ്ജുൽ മബ്റൂർ, കുറ്റം കലരാത്ത മബ്റൂറായ ഹജ്ജ് വേണം. അല്ലെങ്കിലോ രാജാവായ അല്ലാഹു മാപ്പ് ചെയ്യണം. ഈ മൂന്നാലൊരു വിഷയമില്ലാതെ വൻദോഷം പൊറുക്കൂല. അതുകൊണ്ട് സഹോദരിമാരെ, ഉമ്മമാരെ വെറുപ്പിക്കല്ല, ബാപ്പമാരെ വെറുപ്പിക്കല്ല, അവരെ കണ്ണുനീര് വീഴ്ത്തല്ല. അവരങ്ങ് ദുആ ചെയ്താൽ ഇടയിൽ ഒരു മറയില്ല, പെട്ടെന്ന് ഉത്തരം ലഭിക്കാം. ദുനിയാവിൽ വെച്ച് അനുഭവിക്കാതെ അവര് പോവുകയില്ല. ഞാൻ ഇടയിൽ ഉണർത്തിയതാണ് ഞാൻ പറഞ്ഞത്. വലിയ സൗന്ദര്യമുള്ള ഹബീബായ റസൂലുള്ളാഹി തങ്ങളതാ തലയിൽ തിരിക വെക്കാതെ കഅബ ശരീഫിന്റെ നിർമ്മാണത്തിന് വേണ്ട സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ മോനെ, നിന്റെ ചുവപ്പ് കലർന്ന വെള്ള നിറമുള്ള ശരീരത്തിൽ കല്ലുകൾ വെച്ചതിന്റെ പാടുകൾ കാണുന്നു മോനെ. അതുകൊണ്ട് നിർബന്ധമായും നിന്റെ വസ്ത്രം അഴിച്ച് തിരിക വെക്കണമെന്ന് പറയുന്നു. അവര് നിർബന്ധിപ്പിച്ച് തിരിക വെപ്പിക്കുകയാണ്. ആ സമയത്തത് പ്രവാചകനാകാത്ത നേതാവതാ, അന്ന് പ്രവാചകനായിട്ടില്ല, നബിയായിട്ടില്ല, റസൂലായിട്ടില്ല. എല്ലാവരും നഗ്നത വെളിവാക്കി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിർബന്ധിപ്പിച്ച് ഈ വസ്ത്രം അങ്ങ് അഴിച്ച് തിരിക വെക്കാൻ ശ്രമിക്കുമ്പോൾ അവരതാ ബോധം നഷ്ടപ്പെടുന്നു. ബോധം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ സാധാരണ മനുഷ്യരാണോ? നബിയാകണീന് മുമ്പ് തന്നെ സാധാരണ മനുഷ്യനാണോ? അവിടെയുള്ള ആളുകളൊക്കെ വസ്ത്രം അഴിച്ച് തിരികെ വെച്ച് കല്ലുകൊണ്ടുപോവുകയാണ്. ഒന്നും സംഭവിക്കണില്ല. ഹബീബായ റസൂലുള്ളയാകുന്ന ചെറുപ്പക്കാരൻ നബിയായിട്ടില്ല, റസൂലായിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ അബ്ബാസ് എന്നവർ അവരെ കുടുംബക്കാരനാണ്. ആ അബ്ബാസ് എന്നവരെ നിർബന്ധിച്ച് വസ്ത്രമങ്ങ് അഴിച്ചപ്പോ ബോധം കെട്ട് വീഴുന്നു. വസ്ത്രം മടക്കുമ്പോൾ ബോധം തിരിച്ചു വരുന്നു. നബിയാകുന്നതിന് മുമ്പ് തന്നെ അസാധാരണ മനുഷ്യൻ തന്നെ. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട റസൂലുള്ള പറയാണ്, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക, മക്കയിലുള്ള ഒരു കല്ലിനെ എനിക്ക് ഇപ്പോഴും പരിചയമുണ്ട്. ഒരു കല്ലിനെനിക്ക് ഇപ്പോഴും അറിയാം. എന്താ കല്ലിന്റെ സവിശേഷത? കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ,
എന്നെ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ ആ കല്ല് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, കല്ലുകൾ സലാം പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബിയാകണീന് മുമ്പ് തന്നെ ഇത് സാധാരണ ആളല്ല, ഇത് നബിയാണ്, റസൂലാണ്, പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരാണ് എന്ന് ആർക്കറിയാം? വിശേഷ ബുദ്ധിയില്ലാത്ത കല്ലുകൾക്കറിയാം, വൃക്ഷങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ നമ്മളെ വിസർജനം നടത്തുമ്പോൾ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മറയില്ലാതെ വിസർജനം പാടില്ല. ഖിബിലക്ക് മുന്നിട്ടും അതുപോലെ പിന്നിട്ടും വിസർജനം നടത്തുമ്പോൾ അവിടെ മറ വേണം. അങ്ങനെ ലോകത്തിന്റെ നേതാവതാ കഅബ ശരീഫിന്റെ ചാരത്ത് വെച്ച് വിസർജിക്കാൻ ശ്രമിക്കുമ്പോ മറയില്ലാത്ത വേളയില്ലതാ ഒരു മരത്തിനെ വിളിക്കുന്നു. ഒരു വൃക്ഷത്തിനും കണ്ട് വിളിക്കാം, മരത്തിന് വിളിക്കാൻ നല്ലങ്ങനെ ഉഷാറായി ഒരുപാട് വേരുകളുള്ള ഒരു മരം അതിനെ വിളിച്ചപ്പോ ആ വൃക്ഷമതാ പാദമില്ലാതെ നടന്നു വരുന്നു. പാദങ്ങളില്ലാതെ ആ വൃക്ഷം നടന്നു വന്ന് മുന്നിൽ നിൽക്കുന്നു. ലോകത്തിന്റെ നേതാവിനിക്ക് വിസർജിക്കാൻ മറയായി ഈ മരം നിൽക്കുന്നു. വിസർജനം കഴിഞ്ഞപ്പോൾ പോകാൻ പറയുന്നു. കാരണം മരങ്ങൾക്കറിയാം ഇത് സാധാരണ വ്യക്തിയല്ല, ഇത് അസാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. മുഹമ്മദ് നബി അസാധാരണ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല എന്ന ആശയം പഠിപ്പിക്കണം. എല്ലാവർക്കും അറിയാ സാധാരണ മനുഷ്യനാണ്. കണ്ടില്ല ചന്ദ്രൻ, 14 രാവിന്റെ പൗർണമി ചന്ദ്രനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ചന്ദ്രൻ. ആ ചന്ദ്രനോട് റസൂലുള്ളാഹി പറഞ്ഞു, നീ പിളര്, നീ പിളര്. പിളരാൻ പറഞ്ഞപ്പോ ചന്ദ്രൻ പിളർന്നു, 2 കഷ്ണായി. അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട താജുദ്ദീനുൽ ഹിന്ദി റളിയല്ലാഹു അൻഹു സഹാബിയായ ചേരമാൻ പെരുമാൾ. ആദ്യത്തെ പേര് ചേരമാൻ പെരുമാളാ. ആ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച എങ്ങനെ? ഹബീബായ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കണ്ടിട്ടല്ലേ. അപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു സഹാബിയാണ് താജുദ്ദീനുൽ ഹിന്ദി റളിയല്ലാഹു അൻഹു. സലാലയിലെ, ഒമാനിലെ സലാലയിലാണ് അവരെ താമസം. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെയാണ്. ആ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടല്ലേ. ചന്ദ്രനിക്കറിയാം ഇത് സാധാരണ മനുഷ്യനല്ല, എല്ലാ വസ്തുക്കൾക്കും അറിയാം. കണ്ടില്ലേ, ഒരു ദിനം അതാ അലിയാര മടിയിൽ റസൂലുള്ളാഹി വിശ്രമിക്കുകയാണ്. അലിയാര അസർ നിസ്കരിച്ചിട്ടില്ല, അലിയാര അസർ നിസ്കരിച്ചിട്ടില്ല. സൂര്യനങ്ങ് അസ്തമിച്ചു പോയി. സൂര്യനങ്ങ് അസ്തമിച്ചു പോയപ്പോൾ അസർ നിസ്കാരം ഖളാ ആയല്ലോ. അസർ നിസ്കാരം ഖളാ ആയപ്പോൾ അലിയാര കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. എന്തിനാണ് അലിയാര് കരയുന്നത്? പടച്ചവനെ, എന്റെ ഒരസർ ഖളാ ആയല്ലോ. സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരൊറ്റ നിസ്കാരവും ഖളാക്കാൻ പാടില്ല. സുബ്ഹിക്ക് എഴുന്നേൽക്കാത്ത സഹോദരന്മാർ, സഹോദരിമാരോ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉണർത്തുന്നു. നിങ്ങൾ എന്ത് വേണം? ഇന്ന് മുതൽ, നാളെ മുതൽ സുബ്ഹിക്ക് എഴുന്നേൽക്കണം. കാരണം കാഷ്ടം തിന്നുന്ന കോഴി സുബ്ഹിക്ക് ഉറങ്ങൂല. സുബ്ഹിക്ക് കോഴിയൊക്കെ സുബ്ഹിന്റെ മുമ്പേനെ ഉണരും.
പറവകളൊക്കെ ഉണർന്ന്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്മാരായ നമ്മള് ഉണരാതെ സുബഹിസ്കരിക്കാതെ കിടക്കാൻ പാടില്ല. അള്ളാഹു ഞമ്മക്ക് ഒരൊറ്റ നിസ്കാരവും ഖളാ ഇല്ലാതെ നിസ്കരിക്കാൻ അള്ളാഹു ഞമ്മക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അലിയാര ഒരു അസർ ഖളായി. അസർ ഖളായപ്പോ അലിയാര് കരഞ്ഞു. നോക്കുകയാണെങ്കിൽ നമ്മൾ കരയിലപ്പോ ചിലപ്പോ ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചുമ്പോ ചിലപ്പോ ആ മരിച്ചാലും കരയിലില്ല. കാരണം നമുക്ക് അതൊന്നും ഒരു വിഷയമായി തോന്നില്ല. അള്ളാഹു നമ്മളെ ഖൽബിൽ ഈമാൻ ഏറ്റി തെരുമാറാവട്ടെ. അലിയാര് കരഞ്ഞപ്പോ കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണുനീരതാ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ വീണു. അലിയാരുടെ കണ്ണുനീര് തട്ടി റസൂലുള്ളാഹി ഉണർന്നു. ചോദിക്കുകയാണ്, ഓ അലി, എന്തിനാണ് കരയുന്നത് അലി? സ്വർഗീയ ലോകത്തുള്ള സ്ത്രീകളെ നേതാവായ ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗനിവാസികളായ ചെറുപ്പക്കാരുടെ നേതാവായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉപ്പയാണ്. ആ വലിയ നേതാവ് കരയുമ്പോൾ ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാണ്, ഓ അലി, എന്തിനാണ് കരയുന്നത്? തങ്ങളെ ലം മുസല്ലിൽ അസ്റ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല തങ്ങളെ. വഖദ് ഖറബത്തി ശംസു യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ സൂര്യൻ അസ്തമിച്ചു പോയല്ലോ, അസ്ർ ഖളാ ആയല്ലോ, അതിന്റെ പേരിലാണ് കരയുന്നത് എന്ന് പറയുമ്പോ ലോകത്തിന്റെ നേതാവ് പറയാണ്, ഓ അലി, സൂര്യൻ അസ്തമിച്ച് അസ്ർ ഖളാ ആയതിന്റെ പേരിൽ നിങ്ങൾ കരയേണ്ടതില്ല. അസ്തമിച്ച വലിയ ഗോളമാകുന്ന സൂര്യനെ നമുക്ക് മടക്കി വിളിക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരാണ് റസൂലുള്ളാഹ് എന്ന് മനസ്സിലാക്കാൻ ഉണർത്തുകയാണ്. സൂര്യൻ ആകാശത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ എത്ര കിലോമീറ്റർ ഉയരത്തിലാ നിൽക്കുന്നത്? 14,96,74,000 കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ഉദിക്കുക. അപ്പൊ ആ സൂര്യൻ ഇവിടെ മറഞ്ഞുപോയി. അർശിന്റെ താഴെ സുജൂദിലായി കിടക്കുക. ഇനി കുറച്ച് കഴിയുമ്പോ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോ ആ സൂര്യൻ ഉദിക്കും. വലിയ ഗോളമാണ്. അതും ഇങ്ങോട്ട് ഉദിച്ചാൽ പിന്നീട് ലൈറ്റുകൾ കൂടുതൽ ആവശ്യമില്ല. ആ വലിയ ഗോളം അസ്തമിച്ചു പോയപ്പോൾ അസ്ർ ഖളാ ആയി. അതിന്റെ പേരിൽ അലിയാര് കരയുമ്പോൾ ലോകത്തിന്റെ നേതാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ ഉണർത്തുകയാണ്. അലിയാരോട് പറയുന്നു, അലി, ആ അസ്തമിച്ച സൂര്യനെ ഒന്ന് മടക്കി വിളിക്കു അലി. ആരാണ് വിളിക്കുന്നത്? റസൂലുള്ളാഹല്ല, റസൂലുള്ളാഹിന്റെ ശിഷ്യനാണ്. ശിഷ്യന്മാര് പലരും വലിയ പവറുള്ളവരുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവരെ താഴെയുള്ളവരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. അവരുടെയും താഴെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. അവരുടെയും താഴെയാണ് അലിയാർ. അലിയാരോട് പറയുകയാണ്, നിങ്ങൾ വിളിച്ചോളി സൂര്യനെ. റസൂലുള്ളാഹി പറയാ, നിങ്ങൾ വിളിച്ചോളി. റസൂലുള്ളാഹി വിളിക്കണില്ല അസ്തമിച്ച സൂര്യനെ. അങ്ങനെ അലിയാര് വിളിക്കുകയാണ്, അയ്യതുഹശ്ശംസു ഇർജിഇ കൈയുസല്ലിൽ അസ്റാ. ഓ ഗോളമേ, സൂര്യനെ ഒന്ന് മടങ്ങി വരൂ. ഞാനൊന്ന് അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് മടങ്ങി വരൂ. അലിയാര് പറഞ്ഞപ്പോൾ അസ്തമിച്ചു പോയ സൂര്യൻ മടങ്ങി വന്നില്ലേ?
നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദിൽ വലിയ പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ, അൽ ബദറു ശഖ ബി അംരിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അസ്തമിച്ച സൂര്യനെ റസൂലുള്ളാഹിക്ക് വേണ്ടി മടക്കപ്പെട്ടു. റസൂലുള്ളാഹി അലിയാരോട് പറഞ്ഞതിന്റെ പേരിൽ മടക്കപ്പെട്ടു. അലിയാർ അസർ അതായി നിസ്കരിക്കുന്നു. ആധുനിക ശാസ്ത്രം അതാ സൂര്യന്റെ കറക്കത്തിനെ കുറിച്ച് ഗവേഷണം ചെയ്യുന്നു. അങ്ങനെ അവര് പറയുകയാണ്, ആധുനിക ശാസ്ത്രജ്ഞന്മാര് പറയുകയാണ്, സൂര്യന്റെ കറക്കത്തിന്റെ ഇടയിൽ അതിന് സ്റ്റെക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏതാണ് ആ സ്റ്റെക്ക്? റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം അലിയാർ മടക്കി വിളിച്ചതാണ്. ആധുനിക ശാസ്ത്രം അംഗീകരിക്കുകയാണ് ഈ സംഭവം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോകത്തിന്റെ നേതാവ് സാധാരണ മനുഷ്യനാണ് എന്നുള്ള വാദം ഭർത്താവിനിക്കുണ്ടോ? എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? കുടുംബാംഗങ്ങൾക്കുണ്ടോ? ഈ സമയത്ത് മാറ്റിക്കോ. ആർക്കെങ്കിലും അസ്തമിച്ച സൂര്യനെ മടക്കി വിളിക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സൂര്യൻ മടങ്ങി വരുന്നു. ഇങ്ങനെ എത്ര സംഭവം. ഇതെല്ലാം എന്താ സൂചിപ്പിക്കുന്നത്? നബി തങ്ങൾ സാധാരണ ഒരു മനുഷ്യനല്ല, അസാധാരണ മനുഷ്യൻ. മദീനത്തെ പള്ളിയിൽ ഹബീബായ റസൂലുള്ളാഹി ഖുത്ബ ഓതുന്നത് ഒരു ഈത്തപ്പന തടിമരത്തുമ്മലായിരുന്നു. അങ്ങനെയുള്ള ഈത്തപ്പന തടിമരമുള്ള സാധാരണ നമ്മൾ കുറെ മുമ്പൊക്കെ മക്കത്ത് പോയാലേ കാണാം, വീടുകളിലൊക്കെ ഇടയിൽ ഇങ്ങനെ ഈത്തപ്പന മരം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഈത്തപ്പന മരത്തുമ്മലാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഖുത്ബ ഓതുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന വലിയൊരു അമലാണ്. പൂർണ്ണരായ പുരുഷന്മാർക്ക് മാത്രമല്ല അമലാണ്, സ്ത്രീകൾക്ക് ആ ജുമയില്ല. എന്താ കാരണം? പ്രകൃതിയോട് യോജിച്ചതുകൊണ്ട് ഇസ്ലാം കൽപ്പിക്കുള്ളൂ. എല്ലാ പുരുഷന്മാർക്കും വെള്ളിയാഴ്ച ജുമാക്കോടീന് പ്രകൃതിക്ക് എതിരല്ല. അവർക്ക് മെൻസസ് ഇല്ല, അവർക്ക് പ്രസവരക്തമില്ല, അവർക്ക് ഇസ്തിഹാദത്തില്ല. എല്ലാ വെള്ളിയാഴ്ചയും പുരുഷന്മാർക്ക് ജുമാക്ക് പോകാം, പ്രകൃതിയോട് എതിരാവൂല. സ്ത്രീകളോട് ജുമാക്ക് പോണെന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾക്ക് ജുമാക്ക് പോകാൻ പ്രകൃതിപരമായി കഴിയില്ല. മെൻസസ് ഉണ്ടാവാം, പ്രസവരക്തമുണ്ടാവാം, ഇസ്തിഹാദത്തുണ്ടാവാം. അതുകൊണ്ട് പൂർണ്ണരായ ആളുകളെ അമലാണ് ജുമുഅ. ആ ജുമുഅ പുരുഷന്മാർക്കേ പറ്റുകയുള്ളൂ. പെരിഞ്ചേരിയിൽ ഏതെങ്കിലും ഒരു ഉമ്മാമ ജുമുഅക്ക് നേരത്തെ കുളിച്ച് അലക്കി ജുമുഅക്ക് പെരിഞ്ചേരി പള്ളിയിൽ പോയതായി തെളിയിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. എന്താ കാരണം? പ്രകൃതിയോട് എതിരായതുകൊണ്ട് ഇസ്ലാം കൽപ്പിക്കൂല, പ്രകൃതിയോട് യോജിച്ചതേ കൽപ്പിക്കുകയുള്ളൂ. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഞാൻ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി വെള്ളിയാഴ്ചയിലെ പൂർണ്ണരായ ആളുകൾക്കുള്ള ആരാധനയായ ജുമുഅ ഖുതുബ ആ നടത്തുമ്പോൾ പിറ്റേ വെള്ളിയാഴ്ച ഒരു സഹാബി വന്നുകൊണ്ട് പറയാണ്, തങ്ങളെ ഞാൻ തങ്ങൾക്കൊരു മിമ്പർ പണിയട്ടെ, നല്ല ഒരു പ്രസംഗപീഠം, നല്ല ഒരു മിമ്പർ പണിയട്ടെ. അങ്ങനെ പുതിയ മിമ്പറിൽ കയറി റസൂലുള്ളാഹി ഖുതുബ ഓതുമ്പോൾ അതാ പള്ളിയിൽ നിന്നതാ ഒരു ചെറിയ കുട്ടി തേങ്ങിക്കരയുന്നത് പോലെ ഒരു കരച്ചില് കേൾക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വേറെ ആരും കേൾക്കുന്നില്ല. ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു കുട്ടി ഇങ്ങനെ തേങ്ങിക്കരയും പോലെ കരയുകയാണ്. റസൂലുള്ളാഹിക്ക് പിടുത്തം കിട്ടി. റസൂലുള്ളാഹി നേരാതാ മിമ്പറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ ഓതിയ ഉണങ്ങിയ ഈത്തപ്പന തടിമരമില്ലേ,
ആ തടിമരത്തിന്റെ അരികിൽ പോയി ആശ്വസിപ്പിക്കുകയാണ്. ആരാ കരയുന്നത്? കുട്ടിയല്ല. കഴിഞ്ഞ ആഴ്ച വരെ ഖുതുബോദിയ ഈ ഉണങ്ങിയ ഈത്തപ്പന തടിമരമാണ് കരയുന്നത്. എന്താണ് കരയാനുള്ള കാരണം? ഇന്നലെ വരെ, കഴിഞ്ഞ ആഴ്ച വരെ ഏറ്റവും ഉത്കൃഷ്ടരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ഖദം ശരീഫ് പാദം എന്നിലായിരുന്നല്ലോ വെച്ചിരുന്നത്. ഈ വെള്ളിയാഴ്ച എന്നില്ല, പാദമില്ലല്ലോ എന്നതിന്റെ പേരിൽ ഉണങ്ങി ചുങ്ങിയതായ ഈ തപ്പന തടിമരം കരയുമ്പോൾ ആ ഈ തപ്പന തടിമരത്തിനറിയാം ഇത് സാധാരണ ആളല്ല, ഇത് സാധാരണ നബിയല്ല, ഇത് സാധാരണ റസൂലല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവരും ശരിക്ക് വിശ്വസിച്ചോ, ഹബീബായ റസൂലുള്ള സാധാരണക്കാരനല്ല. അങ്ങനെ എത്ര സംഭവം. ആ വിഷയം മാത്രം പറയുകയാണെങ്കിൽ പാവപ്പെട്ട നമ്മക്കേറെ മണിക്കൂറുകൾ പറയാം. എത്ര സംഭവം. 6 സൗറിന്റെ സംഭവം അറിയില്ലേ? സൗർ ഗുഹയിൽ റസൂലുള്ള ഒളിച്ചു സിദ്ദീഖ് തങ്ങളും. സൗർ കണ്ടവരാണ് പലരും. അല്ലാഹു തആല മക്കത്തും മദീനത്തും പോകാനും ഒരുപാട് അമലുകൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇടക്കിടക്ക് മദീനയിൽ അല്ലാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. ആ 6 സൗറിൽ റസൂലുള്ളയും സിദ്ദീഖ് തങ്ങളും ഒളിക്കുക. അങ്ങനെ ഒളിക്കുമ്പോ ശത്രുക്കള് സൗറ് ഗുഹന്റെ മേലെ കൂടി ഇങ്ങനെ നടക്കുക. ഇപ്പോൾ നടക്കാം, സൗറ് ഗുഹന്റെ മേലെ കൂടി ഇങ്ങനെ നടക്കാം. മേലെ കൂടി ഇങ്ങനെ നടക്കുമ്പോ ഓലൊന്ന് കുനിഞ്ഞു നോക്കിയാൽ താഴെയുള്ളവരെ കാണാം. ഈ രംഗം കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, തങ്ങളെ ആ ശത്രുക്കൾ മണത്തെറിഞ്ഞ് ഇവിടെയും എത്തിയിട്ടുണ്ട് നബിയേ. അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ ലഅബ്സറനാ, നമ്മളെ കാണും നബിയേ. അപ്പൊ റസൂലുള്ള പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ, നിങ്ങൾ ദുഃഖിക്കണ്ട, നമുക്ക് റബ്ബിന്റെ സഹായമുണ്ട്. നിങ്ങളൊന്ന് ബാക്കിലേക്ക് നോക്കൂ സിദ്ദീഖേ. നിങ്ങളെ പിന്നിക്കൊന്ന് നോക്കാണി. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ നോക്കിയപ്പോ പിന്നില് വലിയ സമുദ്രം അല്ലാഹു കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ സമുദ്രമൊന്നുമില്ല, അവിടെ ബഹറൊന്നുമില്ല. ഇപ്പൊ പോയ ബഹറൊന്നും കാണൂല. റസൂലുള്ള പറ, നിങ്ങളെ പിന്നിക്കൊന്ന് നോക്കാണി. നോക്കുമ്പോൾ വലിയ ബഹറാണ്. അതുപോലെ വലിയൊരു കപ്പലാണ് അവിടെയുള്ളത്. കാരണം ശത്രുക്കൾ പിടികൂടാൻ വന്നാൽ രക്ഷപ്പെടാൻ അതാ അല്ലാഹു ബഹർ സംവിധാനിച്ചു, വലിയ കപ്പൽ സംവിധാനിച്ചു. പക്ഷേ ശത്രുക്കൾ പിടികൂടുന്നില്ല. ശത്രുക്കൾ പറയുകയാണ്, ഈ ഗുഹയിൽ ആരുമില്ല, ഇവിടെ മാടപ്രാവ് അടയിരിക്കുകയാണ്. അവര് പറയാണ്, പ്രാവുകൾ അടയിരിക്കൽ ജനവാസമില്ലാത്ത സ്ഥലത്താണ്, അതുകൊണ്ട് ഇവിടെ ആരുമില്ല. അതുപോലെ ഗുഹാമുഖത്ത് ചിലന്തി വല കെട്ടിയിട്ടുണ്ട്, ഈ ഗുഹയിൽ ആരുമില്ല എന്ന് പറഞ്ഞ് ശത്രുക്കൾ അവിടുന്ന് പോകുന്നു. ആ ഗുഹയിൽ കയറിയതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഗുഹയിലുള്ള എല്ലാ പഴുതുകളും മടക്കുന്നു. സിദ്ദീഖ് തങ്ങളെ മടിയില്ലതാ റസൂലുള്ള വിശ്രമിക്കുകയാണ്. എടുത്തുകൊണ്ടാണ് മല കയറിയത്. ഞാൻ ആ മല ഇപ്പോൾ കയറിയപ്പോൾ ഒരു 2 മണിക്കൂറിലധികം കയറാൻ പിടിച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു മലയാണത്. ആ മലമുകളിലേക്ക് സിദ്ദീഖ് തങ്ങളെ
അതാ റസൂലുള്ളാഹിനെയും എടുത്തുകൊണ്ട് കയറുകയാണ്. അങ്ങനെ ഗുഹയിലുള്ള എല്ലാ പഴുതുകളും അടച്ച് റസൂലുള്ള സിദ്ദീഖ് തങ്ങളെ മടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാം അടച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പഴുത് കാണുകയാ. അപ്പോൾ അതാ സിദ്ദീഖ് തങ്ങൾ ആ പഴുതും അടക്കുന്നു. എങ്ങനെയാണ് അടക്കുന്നത്? കാലിന്റെ വിരല് വെച്ച് അടക്കുകയാണ്. കാലിന്റെ വിരല് വെച്ച് അടക്കുകയാ. പക്ഷേ ആ കാലില്ലതാ നല്ല വിഷമുള്ള ഒരു സർപ്പം ആ കാലിൽ ഇങ്ങനെ കൊത്തുകയാണ്. വല്ലാതെ കൊത്തുകയാ. സിദ്ദീഖ് തങ്ങളോട് വെറുപ്പില്ല സർപ്പത്തിന്. പിന്നെ എന്തിനാണ് കൊത്തുന്നത്? ഈ സർപ്പം കുറെ കാലമായി ഇവിടെ കഴിയുമ്പോൾ ആ സർപ്പത്തിന്റെ ഒരാഗ്രഹമാണ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം അഖ്ജല ഖമറൻ വഫർഖദാ, സൂര്യനെയും ചന്ദ്രനെയും നാണിപ്പിക്കുമാർ വലിയ പ്രകാശമുള്ള മുഖമാണ്. ആ മുഖമൊന്ന് കാണണം എന്ന ആർക്കാഗ്രഹമുണ്ട്? ഈ ഗുഹയിൽ കഴിയുന്ന സർപ്പത്തിനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം പൂവണിയാൻ വേണ്ടി സർപ്പം ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് തടസ്സം സിദ്ദീഖ് തങ്ങളെ കാല് തന്നെ. സിദ്ദീഖ് തങ്ങളോട് വൈരാഗ്യം സർപ്പത്തിനില്ല. പക്ഷേ റസൂലുള്ളാഹിനെ കാണണമെങ്കിൽ സിദ്ദീഖ് തങ്ങളെ കാലിൽ കൊത്തലല്ലാതെ മാർഗമില്ല. അങ്ങനെ കൊത്തുന്നു. സിദ്ദീഖ് തങ്ങളെ കരയുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. കണ്ണുനീര് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തട്ടുന്നു. റസൂലുള്ളാഹി ഉണരുന്നു. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, യാ സിദ്ദീഖ്, എന്തിനാണ് കരയുന്നത് മോനെ? എന്തിനാണ് കരയുന്നത് സിദ്ദീഖ്? തങ്ങളോട് പറയുകയാണ്, തങ്ങളെ ഈ ദ്വാരത്തിൽ നിന്നൊരു സർപ്പം കൊത്തി. ഹബീബായ റസൂലുള്ളാഹിന്റെ വായിലുള്ള ഉമിനീര് വലിയ ഔഷധമാണ്. റസൂലുള്ളാഹി മുഴുവനും വലിയ സംഭവമാണ്. റസൂലുള്ളാഹിന്റെ ഉമിനീരെടുത്തുകൊണ്ട് ആ സർപ്പം കൊത്തിയ ഭാഗത്ത് തേച്ചു കൊടുക്കുന്നു. വേദന മാറുന്നു. ഞാൻ പറഞ്ഞത് സർപ്പത്തിനിക്കറിയാം ഇത് സാധാരണ ആളല്ല. അതുകൊണ്ട് ആ നേതാവിന്റെ മുഖമൊന്ന് കാണണം. ഇങ്ങനെ എല്ലാവരും റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും പറയാ ഇത് സാധാരണ ആളല്ല. ഉണങ്ങി ഈത്തപ്പന മരത്തിനിക്കറിയാം, കല്ലുകൾക്കറിയാം, സർപ്പത്തിനിക്കറിയാം, ചന്ദ്രനിക്കറിയാം, സൂര്യനിക്കറിയാം, മൃഗങ്ങൾക്കറിയാം, എല്ലാ പറവകൾക്കും അറിയാം ഇത് സാധാരണ ആളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല, ഞാൻ നിർത്തുകയാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ട ആശയം മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സാധാരണ ആളല്ല. അത് ഖുർആനാ. റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതനാണ്. ഈ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവണം. എന്നാലേ ആഖിറം രക്ഷപ്പെടുള്ളൂ. ദുന്യാവ് രക്ഷപ്പെടാൻ വിശ്വാസം ഒന്നും വേണ്ട. വിശ്വാസം ഇല്ലെങ്കിലും ദുന്യാവിലെല്ലാം കിട്ടാം. കണ്ടില്ലേ, നമ്മളെ പ്രധാനമന്ത്രി ആരാ? നമ്മളെ മുഖ്യമന്ത്രി ആരാ? നമ്മളെ ക്യാബിനറ്റ് മന്ത്രിമാരാരാ? ദുന്യാവ് കിട്ടാൻ ഇസ്ലാമിക വിശ്വാസമോ ആചാരങ്ങളോ നിസ്കാരമോ നോമ്പോ ഒന്നും വേണ്ട. ഇവിടെ താൽക്കാലിക ജീവിതമാണ്. എപ്പോഴാ കഴിയുക എന്നറിയാൻ കഴിയില്ല. കണ്ടില്ലേ, ഇവിടെ വാർഷികത്തിന് വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് കുറത്തങ്ങളതാ മുഹറം 1 മുഹറം 1 തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച രാത്രി പരിപാടി കഴിഞ്ഞ് പ്രസംഗിച്ചു വന്ന് തിങ്കളാഴ്ച വഫാത്തായില്ലേ? ഗ്യാരണ്ടിയുണ്ടോ?
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇവിടെയുള്ള ജീവിതം താൽക്കാലികമാണ്. ഇവിടെ എന്തുണ്ടെങ്കിലും ശാശ്വതമല്ല. വലിയ കോടീശ്വരനായാലും ഒന്നും കൊണ്ടുപോകൂല. 3 വസ്ത്രങ്ങളെ കൊണ്ടുപോവുകയുള്ളൂ. ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ രക്ഷയാൽ. അവിടെ രക്ഷപ്പെടാൻ റസൂലുള്ളാഹിനെ കുറിച്ച് ശരിയായ വിശ്വാസമുണ്ടാകണം. കാരണം എല്ലാവരുടെ ഖബറിലും റസൂലുള്ള വരും. എല്ലാവരുടെ ഖബറിലും റസൂലുള്ള ഹാജറാവും. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാദാ തഖൂലു ഫീ ഹാദർ റജുൽ, നിന്റെ അടുത്തിരിക്കുന്ന ഇവരെ കുറിച്ച് നീ എന്താ വിശ്വസിച്ചിരുന്നത്? ഒരു ചോദ്യ ഖബറിൽ റസൂലുള്ളാഹിനെ ഹാജരാക്കിയിട്ട് ചോദിക്കും. നമ്മൾ സ്വലാത്തൊക്കെ ധാരാളം ചൊല്ലിയാല് നമ്മളെ ഖബർ കണ്ട് വെക്കുമ്പോ റസൂലുള്ള കണ്ട് വാങ്ങിയിട്ട് വെക്കും എന്ന് സ്വലാത്തിന്റെ മഹത്വമായി പറയുന്നുണ്ട്. ധാരാളം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ നമ്മളെങ്ങനെ ഖബറിലേക്ക് വെക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളതാ വാങ്ങി വെക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ വാർഷികമല്ലേ സഹോദരിമാരെ? നിങ്ങളൊക്കെ സ്വലാത്തിന് വരുമ്പോ എവിടേക്ക് പോകുകയാണെങ്കിലും ഔറത്ത് മറക്കണേ. തങ്ങന്മാരെ ഭാര്യയായാലും മുസ്ലിയാരെ ഭാര്യയായാലും നാടന്റെ ഭാര്യയായാലും പുറത്തു പോകുമ്പോൾ മുഖം മറക്കാണ്. ഈ കാര്യം മറക്കരുത്. മുഖം മറക്കണം, കൈ മറക്കണം, കാല് മറക്കണം. ശരീരത്തിന്റെ വണ്ണം പുറത്തേക്ക് കാണുന്ന നിലയിൽ ലൂസായ വസ്ത്രം ധരിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുമ്പോഴും ഒരു പെണ്ണ് ഒറ്റക്ക് പോകാൻ പാടില്ല. ഒറ്റക്ക് പോകൽ ഹറാമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാണ്, വൈൻ ഖസുറ, യാത്ര ചെറിയ യാത്രയായാലും ഒരു പെണ്ണ് ഒറ്റക്ക് പോകൽ ഹറാമാണ്. വൈലത്തൂരിലേക്ക് പോകുകയാണെങ്കിലും അതുപോലെ തിരൂരിലേക്ക് പോകുകയാണെങ്കിലും മമ്പറത്തേക്ക് പോകുകയാണെങ്കിലും ഒറ്റക്ക് പോകാൻ പാടില്ല. ഔറത്ത് മറക്കാതെ പോകാൻ പാടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്, റസൂലുള്ളാഹിന്റെ മാസത്തിൽ ഉണർത്തുകയാണ്. ഔറത്ത് മറക്കൂ. ആര് പരിഹസിച്ചാലും ആഖിറത്തിൽ രക്ഷയുണ്ടല്ലോ. ചില സഹോദരന്മാര് ചോദിക്കും, നിസ്കരിക്കുമ്പോൾ വരെ മുഖം മറക്കാൻ പാടില്ലല്ലോ, പിന്നെന്താ പുറത്തു പോകുമ്പോ നീ മുഖമൂടി ധരിക്കുന്നത്? നിസ്കരിക്കുമ്പോൾ മുൻകൈ വെളിവാക്കണം എന്നല്ലേ ഇസ്ലാം പറയുന്നത്? പിന്നെന്താ പുറത്തു പോകുമ്പോ കയ്യുമേൽ ഉറ ധരിക്കുന്നത്? അതുപോലെ കാലിൽ എന്താ സോക്സ് ധരിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കാം. സഹോദരിമാരെ, നിസ്കാരം പോലെയല്ല. നിസ്കാരം എവിടെയാണ് പെണ്ണ് നിസ്കരിക്കേണ്ടത്? പെണ്ണിന്റെ പ്രൈവറ്റ് റൂമുണ്ടോ? ആരും കാണാത്ത, അന്യപുരുഷന്മാര് കാണാത്ത പ്രൈവറ്റായ റൂമിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. പബ്ലിക്കായ സ്ഥലത്ത് വെച്ചല്ല. പുറത്തു പോകുമ്പോ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാം പറയാണ്, പുറത്തു പോകുമ്പോ ഒരു മുഖം മൂടി ധരിക്കണം. അതുപോലെ കൈ മറക്കണം, കാല് മറക്കണം, ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറക്കണം. ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നു. അങ്ങനെ നമ്മളൊക്കെ മറച്ചു വരണം, എല്ലാവരും മറച്ചു വരണം. അങ്ങനെ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. റസൂലുള്ളാഹിനെ കാണിച്ച് ചോദിക്കാം, ഇവരെ കുറിച്ച് എന്റെ വിശ്വാസം എന്താണ്? റസൂലുള്ളാഹിന്റെ ഫോട്ടോ റസൂലുള്ളാഹിനെ കാണിക്കുക. എല്ലാവരും ഖബറിലും മുൻകർ നക്കീർ അലൈഹിസ്സലാം വരൂലേ? അവിടെ നമ്മൾ വന്ന അടയാളം കാണുന്നില്ലല്ലോ. ഒരു പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ആ പെണ്ണിന്റെ വയറ് കീറി വരുന്നില്ലല്ലോ. നോർമൽ പ്രസവം നടക്കുമ്പോ വയറ് കീറുന്നില്ലല്ലോ. മുൻകർ നക്കീർ അലൈഹിമസ്സലാം ഖബറിൽ വരുന്നത് ഹഖാണ്. അവര് വരുന്നത് നമ്മൾ കാണണമെന്നില്ല. റൂഹിനെ പിടിക്കുന്നത് അസ്റായീൽ അലൈഹിസ്സലാം അല്ലേ? അസ്റായീൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ?
അതുപോലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എല്ലാരെ ഖബറിലും വരുന്നു. വന്ന് വരുമ്പോൾ ബഹുമാനപ്പെട്ട മലക്ക് ചോദിക്കുകയാണ്, മാദാ തഖൂലു ഫീ ഹാദർ റജുലി, നിന്റെ അടുത്ത് കാണുന്ന ഇവരെ കുറിച്ച് നീ എന്താ വിശ്വസിച്ചിരുന്നത്, എന്താ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലുൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യൻ പറയാണ്, അബ്ദുല്ലാഹ്, ഇത് സാധാരണ അടിമയല്ല, നിസ്കാരത്തിന്റെ സമയമായിട്ടോ നിസ്കരിക്കാത്ത അടിമയല്ല, ദുന്യാവിന്റെ അടിമയല്ല, ഇത് അല്ലാഹുവിന്റെ അടിമയാണ്. അതുപോലെ വറസൂലുഹു, അല്ലാഹുവിന്റെ ദൂതനാണ്. സാധാരണ മുഹമ്മദ് നബിയല്ല, സാധാരണ മുഹമ്മദല്ല, ഇത് റസൂലാണ് എന്ന് പറഞ്ഞാൽ മലായിക്കത്ത് ഇനി ചോദ്യം ചോദിക്കൂല. എനിക്ക് ചോദ്യമില്ല. അങ്ങനെ മറുപടി പറയണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹ് സാധാരണ മനുഷ്യനാണ്. അങ്ങനെ മറുപടി പറഞ്ഞ പിന്നെ മലക്കൾ എന്താ പറയാ, ആദ്യ രാത്രിയിൽ പുതുമാരനും പുതുനാരിയും വിശ്രമിക്കുമ്പോൾ നീ വിശ്രമിച്ചോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ ഖബറിൽ വിശ്രമ. ആ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു, സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവനിങ്ങനെ പറയാ, റബ്ബി അഖിമിസ്സാ, റബ്ബി അഖിമിസ്സാ, പടച്ചോനെ ഖിയാമത്ത് നാൾ നിലനിർത്തനെ, ഖിയാമത്ത് നാൾ നിലനിർത്തനെ എന്നിങ്ങനെ പറയുന്ന ഖബറാകും, സ്വർഗത്തോപ്പാകും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബറും അല്ലാഹു ആക്കി തരട്ടെ. ഇനി ചില ആൾക്കാർ മറുപടി പറയല എങ്ങനെ, ഫയഖൂലുൽ മുനാഫിഖു അവിൽ മുർതാബു, ഖരിമൻ പറയാ, സംശയമുള്ള ആളുകൾ പറയും, അല്ലെങ്കിൽ കപടന്മാര് പറയും, എല്ലാരും മുഹമ്മദ് നബി എന്ന് പറഞ്ഞപ്പോ ഞാനും മുഹമ്മദ് നബി എന്ന് പറഞ്ഞു, എനിക്ക് പ്രത്യേകമായി ഒരറിവും ഇവരെ കുറിച്ചില്ല എന്ന് പറയുമ്പോ വലിയ ശിക്ഷ ഖബറിൽ ഏൽക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ആ സംസാരം നിർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നേതാവിനെ കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടോ ഈ റബീഉൽ അവ്വൽ നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ മൗലിദ് അൽബോദ്, റസൂലുള്ളാഹിന്റെ പേരിൽ കുറച്ച് ഭക്ഷണം കൊടുക്കുക. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കൊടുക്കാൻ ചിലപ്പം കഴിയില്ല. കാരണം നമുക്ക് എല്ലാവർക്കും പല ചെലവും മാറിയിട്ടുണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യാ, കഴിയുന്ന ഒരു പരിപാടി ഉണ്ട്. എല്ലാവർക്കും റബീഉൽ അവ്വലിൽ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ഒരു പരിപാടി ഉണ്ട്. എന്താ ഈ റബീഉൽ അവ്വലിൽ നമ്മളെ പെരിയിൽ ഒരു ബോക്സ് വെക്കുക. ഒരു ബോക്സ്, ആ ബോക്സ് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ബോക്സ് നമ്മളെ പെരയിൽ ശരിക്കും. എന്നിട്ടോ നമ്മൾ ശമ്പളം കിട്ടുമ്പോഴോ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ കുറഞ്ഞ പൈസ അതിലിടുക. കുട്ടികൾക്ക് വല്ല അസുഖമൊക്കെ ആവുമ്പോ നമ്മളെന്ത് ചെയ്യാ, കുട്ടിന്റെ തലക്കൊന്ന് ഉഴിഞ്ഞിങ്ങാണ്ട് ആരാലും തലക്കൊഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ അതിലിടുക. എന്നിട്ട് അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോ തുറക്കുക. അപ്പൊ തുറക്കുമ്പോ അതിലുള്ള പൈസ അനുസരിച്ച് നമുക്കൊരു നേർച്ച നമ്മളെ പേര് കഴിച്ചൂടെ. നമ്മളെ വീട്ടില് നമ്മളെ കുടുംബക്കാരെ വിളിക്കാം, പെങ്ങന്മാരെ വിളിക്കാം, അതുപോലെ അയൽവാസികളെ വിളിക്കാം. എന്നിട്ട് എത്ര ആക്കാ ഭക്ഷണം കൊടുക്കാൻ കഴിയും, അങ്ങനെ ഒരു പരിപാടി നമ്മൾക്ക് കഴിച്ചൂടെ. നമുക്ക് ശ്രമിച്ചാൽ നടക്കൂല. എന്നാണ് കുറെ ആൾ എനിക്ക് കുറെ പൈസ പറഞ്ഞാൽ എനിക്കല്ല, 50,000 25,000 ഒക്കെ ഇങ്ങനെ തന്നു. എന്നിട്ട് അയാൾ പറഞ്ഞെന്താ, എനിക്കൊരു ജാരിയായ സ്വതക്കയായി ആഖിറത്തിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെലവാക്കിക്കോളി. ഇത് തന്നതാരാ? ഒരു സാധു മനുഷ്യൻ, ഒരു മുക്രിയ. പള്ളിയിൽ വാങ്ങിക്കൊടുക്കണവരാളാ. 50,000 30,000 ഒക്കെ ഇങ്ങനെ തന്നു. എന്നിട്ട് അയാൾ പറഞ്ഞെന്താ, അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ചെലവായിക്കോളി. അങ്ങനെ ഞാൻ കിണർ സ്ഥാപനത്തിൽ കിണർ കുഴിച്ചു കൊടുത്ത് പലതും ചെയ്തു. അങ്ങനെ ഞാൻ ഉപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് അത്രത്തോനെ പൈസ? ഇയാള് പള്ളിയിലൊരു മുഅദ്ദിനാ, നിങ്ങൾക്ക് എവിടുന്ന് അത്ര തോനെ പൈസ? അപ്പൊ അയാള് പറഞ്ഞു, സാധേ ഞാൻ ബീഡി വലിക്കണ ആളായിരുന്നു. ബീഡി വലിക്കും ചിലക്കാനോട്, ബീഡി സിഗരറ്റ് ഒക്കെ വലിക്കും.
അങ്ങനെ ഞാൻ ഒരു മാസം ചെറിയൊരു ബീഡി വലിക്കാൻ 200 റുപ്യ ചെലവാണ്. ഒരു മാസത്തിന് 200 റുപ്യ ചെലവാണ്. അങ്ങനെ അയാൾ പറയും ഞാൻ എൻ്റെ ബീഡി വലി നിർത്തിയിട്ട് ഞാനൊരു നോട്ട് ബുക്കിൽ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് 200 റുപ്യ പ്രകാരം ഇങ്ങനെ പാത്ത് വെച്ച് കിട്ടിയ പൈസയാണ് നിങ്ങൾക്ക് തന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,00,000-ന്റെ മേലെ എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കി നിങ്ങൾ, അപ്പൊ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് റബീഉൽ അവ്വൽ വരുമ്പോ വലിയ പരിപാടി വെച്ചാലൊന്നും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവൂല. അപ്പൊ നമ്മൾ ഈ റബീഉൽ അവ്വൽ ഒരു ബോക്സ് നമ്മളെ വീട്ടിൽ സ്ഥാപിച്ച് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ അല്പം പൈസ സ്വരൂപിച്ചാൽ അൽഹംദുലില്ലാഹ് അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോൾ ആ പൈസ അനുസരിച്ച് നമുക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തുകൂടെ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മക്കയിലെ ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ ബീവി വഫാത്തായ ദിനം വരുമ്പോൾ, ആണ്ട് ദിനം വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹ് ആടിനെ അറക്കുകയാണ്. ആടിനെ അറുത്തുകൊണ്ടതാ മാംസങ്ങൾ കഷ്ടങ്ങളാക്കി നുറുക്കി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്നേഹിതകളിലേക്ക് മാംസം കൊടുത്തയക്കുന്നു. ഇത് റസൂലുള്ളാഹ് കാണിച്ചതല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഡോക്ടറെ കാണിക്കണോ? കാണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കഥാവോ നിങ്ങൾ ചികിത്സ നടത്തിക്കോളൂ എന്ന് റസൂലുള്ളാഹ് പറഞ്ഞതാണ്. 2 ചികിത്സയുണ്ട്. ഭൗതികമായ ചികിത്സയുമുണ്ട്, അഭൗതികമായ ചികിത്സയുമുണ്ട്. ഖുർആനോദി മന്ത്രിക്കല്ല ഭൗതിക ചികിത്സയാണ്. അതുപോലെ നേർച്ചയാക്കുക എന്നത് അതും ചികിത്സയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്, ഈ റബീഉൽ അവ്വലിൽ ഒരു ബോക്സ് സ്ഥാപിച്ച് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ നിക്ഷേപിച്ച് കുട്ടികൾക്ക് വല്ല അസുഖമുണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ നിക്ഷേപിക്കുക. അസുഖം മാറും എന്ന് ഞാൻ പറയാൻ കാരണം വിശ്വാസമുണ്ടോ? അസുഖം മാറും. ഇനി ചിലപ്പോൾ റബ്ബിന് ഓരോ ഖളാഉകൾ ഉണ്ടാകും. ഇന്ന ചികിത്സ കൊണ്ട് മാറാനാണ് റബ്ബിന്റെ വിധി. എന്നാൽ അവിടെ ഡോക്ടറെ കാണിച്ചാലേ മാറുകയുള്ളൂ എന്ന വിധിയുണ്ടായേക്കാം. അപ്പൊ ഡോക്ടറെ കാണിക്കാം, ചികിത്സകൾ നടത്താം. ഇസ്ലാം പൊരുത്തപ്പെട്ടതായ ഭൗതിക ചികിത്സയും അഭൗതിക ചികിത്സയും നടത്താം. പക്ഷേ ഇസ്ലാം പൊരുത്തപ്പെടാത്ത ചികിത്സക്ക് ഓ സഹോദരിമാരെ ആരും പോകാൻ പാടില്ല. ഗണിത ശാസ്ത്രജ്ഞന്മാരടുത്തേക്ക്, അതുപോലെ അമുസ്ലിമീങ്ങളായ സഹോദരന്മാരടുത്ത് പോയി അവര് പറയുന്നത് വിശ്വസിക്കുക എന്ന പരിപാടി ഒരിക്കലും പാടില്ല. ഇസ്ലാം പൊരുത്തപ്പെട്ട ചികിത്സകൾ നടത്താം. ഇൽമിയായ നീതയായ ആത്മാവുകളെ കൊണ്ടുള്ള ചികിത്സയാണ് അസ്മാഇന്റെ ചികിത്സ. ആ ചികിത്സകൾ നടത്താം. ഹോസ്പിറ്റലിൽ പോകാം, ഇഞ്ചക്ഷൻ ചെയ്യാം, ഗുളിക കഴിക്കാം, എല്ലാം നടത്താം. ഈ കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഈ മൗലിദിന്റെ സദസ്സ് വളരെ പവറാണ്. ഇപ്പൊ വാർഷികം നടത്തും മൗലിദിന്റെ സദസ്സ. എനിക്കൊക്കെ തെളിവുണ്ട്. മഹാനായ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഒരു ശിഷ്യനാണ്. ആ ശിഷ്യൻ റബീഉൽ അവ്വൽ 12-ന് കൂട്ടുകുടുംബാദികളെയും സ്നേഹജനങ്ങളെയും വിളിച്ചു വരുത്തുക. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് റസൂലുള്ളാഹ് ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ അവിടെ കൂടിയ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയാൻ ഇത് ഇന്നാ ഞാൻ പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ്. ആ
സദസ്സിലേക്ക് ഹബീബായ റസൂലുള്ള തന്നെ വരുന്നു. കൂടെ അബൂ ദർദാ റളിയല്ലാഹു അൻഹുമുണ്ട്. അങ്ങനെ റസൂലുള്ള ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ പറയലാണ് മൗലിദ്. അത് നമ്മളെ അറബിയിൽ പറയുകയാണ്, അവരും അറബിയിൽ പറയുകയാണ്. ഏത് ഭാഷയിലും മൗലിദ് ഓതാം, അത്ഭുതങ്ങൾ പറയാം. അങ്ങനെ ഈ മൗലിദ് സദസ്സ് നടക്കുന്ന സമയത്ത് റസൂലുള്ള കയറി വന്നപ്പോ ആമിറേ, ഇത് പറയാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ല. റസൂലുള്ള പറയുകയാണ്, ലഖദ് ഫതഹല്ലാഹു ലക അബ്വാബർ റഹ്മാൻ. ആമിറുൽ അൻസാരി എന്നവരെ, നിങ്ങൾക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു തന്നിരിക്കുന്നു. വൽ മലായികത്തു യസ്തഗ്ഫിറൂന ലക, മലക്കുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട്. അതിനുശേഷം റസൂലുള്ള പറയാണ്, മൻ ഫഅല ഫഅലക നജാ നജാതക. ആമിറേ, നിങ്ങളെ പ്രവർത്തനം പോലത്തെ പ്രവർത്തനം പിൽക്കാലത്ത് ആര് ചെയ്യുന്നുണ്ടോ അവരൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടുന്നതാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൗലിദിന്റെ സദസ്സ് വലിയ പവറാണ്. അതിൽ കയറിയിരിക്കണം. ആ സദസ്സ് വലിയ മുത്തബറക്കായ സദസ്സാണ്. ഈ കാര്യം മാത്രം ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അതോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി കൊണ്ടുവന്ന ഖുർആനുണ്ടല്ലോ, ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസ് ഉണ്ടല്ലോ, അത് രണ്ടും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം. നിസ്കാരം ഖളാക്കാതെ നിസ്കരിക്കണം. ഹറാമ് ജീവിതത്തിൽ നിന്ന് കൈയൊഴിയണം. പലിശന്റെ മുതല് തിന്നാനോ വാങ്ങാനോ ഉപയോഗിക്കാനോ പാടില്ല. അതുപോലെ ഹറാമുകൾ കൈയൊഴിക്കണം. ഭർത്താവിന്റെ ഉമ്മനെയും ഉപ്പനെയും സഹോദരിമാരെ ആദരിക്കണം, ബഹുമാനിക്കണം. എല്ലാവരോടും നല്ല കൃപ കാണിച്ച് വളരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കുക.